ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിക്കും. US താരിഫ് വർധന ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തുടങ്ങി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യം ഇന്ന് യോഗം ചേരും. തൗഫീഖ് അസ്ലമിലേക്ക് വീണ്ടും. തൗഫീഖ്, ആദ്യം ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ നോട്ടീസ് പാർലമെന്റ് കാര്യമായ രീതിയിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, അമേരിക്കയുടെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച സഭക്കകത്ത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും പ്രതിപക്ഷം ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്. എന്നാൽ അതിന് സാധ്യത വളരെ കുറവാണ്. അതേസമയം സഭക്കകത്ത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ MPമാർ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഉൾപ്പെടെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം ബീഹാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം ഇന്നും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. സഭ തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടായത്. അതിനൊപ്പം US-ന്റെ ഈ താരിഫ് കൂടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് സഭക്കകത്തുണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സഭയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും. ഈ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. സഭ തുടങ്ങിയ സമയം മുതൽ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെയും കേന്ദ്രം ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ നൽകും. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ ഉപാധ്യക്ഷന് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതിന് ഇതുവരെയും ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ വരുന്ന തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായിട്ട് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വലിയ രീതിയിലുള്ള വോട്ടട്ടിമറി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്.